കൊറോണ വ്യാപനത്തിൽ നട്ടം തിരികെയാണ് പ്രവാസ ലോകം. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇപ്പോഴിതാ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തിരിച്ചുവരുന്നതിന്റെ വാർത്തകൾ പ്രവാസികൾക്കേറെ ആശ്വാസമായി തീരുകയാണ്. പ്രവാസ ലോകത്തെ പൂർണ്ണമാക്കിയ പ്രവാസികൾക്ക് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത്. തൊഴിലിൽ മികവ് പുലർത്തുന്ന കമ്പനികളിലെ തൊഴിലാളികൾക്ക് ദുബായിലെ സർക്കാർ ഏജൻസികളിലും മോളുകളിലും ഇതര വ്യാപാര സ്ഥാപനങ്ങളിലും ഇളവുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന എക്സലൻസ് കാർഡുകൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. 2020 തഖ്ദീർ അവാർഡിൽ 4-5 സ്റ്റാറുകൾ ലഭിച്ച് മികവ് പുലർത്തിയ 15 കമ്പനികളിലെ 1,00,000 തൊഴിലാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ കാർഡ് ലഭിക്കുക. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ദുബായ് വൈദ്യുതി ജല അതോറിറ്റി, ദുബായ് മുനിസിപ്പാലിറ്റി, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് എന്നിങ്ങനെ 4 സർക്കാർ വകുപ്പുകളിലാണ് 35-ലേറെ ഇൻസെന്റീവ് ലഭിക്കുകയെന്ന് കാർഡ് അനുവദിക്കുന്ന തഖ്ദീർ അവാർഡിനെ ഉദ്ധരിച്ച് ദുബായ് മീഡിയ ഓഫീസ് പറഞ്ഞു. ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർതൃത്വത്തിലാണ് തൊഴിലാളി ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള ഈ പദ്ധതി രൂപം കൊണ്ടത്. മലയാളികളുടേതടക്കം ഒട്ടേറെ ഇന്ത്യൻ കമ്പനികൾക്ക് 2 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കാറുള്ള തഖ്ദീർ അവാർഡ് ലഭിക്കാറുമുണ്ട്. 2 തരം കാർഡുകളാണ് ഉണ്ടാകുകയെന്ന് തഖ്ദീർ അവാർഡ് ലേബർ അഫയേഴ്സ് സ്ഥിരം സമിതി ചെയർമാനും GDRFA ദുബായ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂർ പറഞ്ഞു. ഒന്നാമത്തെ ഗോൾഡ് കാർഡ് 4-5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചവർക്കാണ് ലഭിക്കുന്നത്. സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നതാണ്. ഇതുകൂടാതെ രണ്ടാമത്തെ ബ്ലൂ കാർഡ് ഉപയോഗിച്ച് തൊഴിലാളികൾക്ക് തങ്ങളുടെ താമസ സ്ഥലത്തിനടുത്ത മാളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പ്രത്യേക വിലക്കുറവുകൾ സ്വന്തമാക്കാനാകും എന്നും പറയുകയുണ്ടായി. ഈ മാസം 17-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ റാഷിദ് ഹാളിൽ നടക്കുന്ന തഖ്ദീർ അവാർഡ് ദാന ചടങ്ങിൽ എക്സലന്റ് കാർഡുകൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. വിവിധ സർക്കാർ വകുപ്പുകളിലും മറ്റും 25 മുതൽ 50% വരെ ഇളവുകൾ തൊഴിലാളികൾക്ക് കാർഡ് ഉപയോഗിച്ച് സ്വന്തമാക്കുവാൻ സാധിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.